ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് ഹോസ്റ്റലിനുള്ളിൽ ദുരിതക്കയത്തിൽ മുങ്ങി ഒരു കൂട്ടം പെൺകുട്ടികൾ. തീർത്തും മോശമായ ഭക്ഷണവും താമസിക്കാൻ ഇടവുമില്ലാത്ത അവസ്ഥ. ഒരു മുറിക്കുള്ളിൽ 18ഉം 20ഉം കുട്ടികൾ തിങ്ങിപ്പാർക്കേണ്ട ഗതികേടും. പരാതിപ്പെടുമ്പോൾ ഇറങ്ങിപ്പോകാൻ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് കുട്ടികളുടെ പരാതി. ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെയുള്ള ഞങ്ങളുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ പെട്ടിക്കുള്ളിൽ കൂട്ടി വെച്ച വസ്ത്രങ്ങളാണെങ്കിൽ തന്നെ പെട്ടി കടിച്ച് എലി അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തിന്നുകൊണ്ട് പോവുകയാണ്. എന്തായാലും ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടുന്നതാണ് പറയുന്നത്. അഡ്മിഷൻ സമയത്ത് വാഗ്ദാനങ്ങൾ അനവധിയായിരുന്നു. പക്ഷേ ഒന്നും നടപ്പായില്ല. ഓരോ ദിവസം കഴിയുന്തോറും സ്ഥിതി വഷളാവുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചത്. സ്വന്തമായി ഹോസ്റ്റൽ കെട്ടിടമില്ലാത്തതിനാൽ വിദ്യാധിരാജ സ്കൂളിന്റെ കെട്ടിടമാണ് ലേഡീസ് ഹോസ്റ്റലാക്കി മാറ്റിയത്. നടത്തിപ്പ് മെഡിക്കൽ കോളേജ് മാനേജ്മെന്റും. 2 ബാച്ചുകളിൽ നിന്നായി 120 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതിൽ 95 കുട്ടികളാണ് ഹോസ്റ്റലിലുള്ളത്. 5500 രൂപ വീതം മാസം നൽകിയിരുന്നു. എങ്കിലും ഇതിനുതകുന്ന ക്രമീകരണങ്ങളൊന്നും ഇവിടെ അധികൃതർ ഒരുക്കിയിട്ടില്ലെന്നാണ് കുട്ടികളുടെ പരാതി. ഒരു മുറിക്കകത്ത് 18ഉം 14ഉം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലുതായിരിക്കണം ആ മുറി. പക്ഷേ അത്രയും വലുതല്ല, ഭയങ്കര ചെറിയ മുറിയാണ്. അതിനകത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ്. അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് വാർഡൻ ഒരുമാതിരി മിസ്ബിഹേവ് ചെയ്യുകയും ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നഴ്സിംഗ് കുട്ടികളാണ്, നിങ്ങൾ ഇതെല്ലാം സഹിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അഡ്ജസ്റ്റ് ആവുന്നതിന്റെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആകെ 4 റൂമിലാണ് ഞങ്ങൾ 49 പെൺകുട്ടികൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഓരോ റൂമിലും 14ഉം 16ഉം 12ഉം പിള്ളേർ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത്. അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ നിന്നോണ്ട്. ഇപ്പോ 2 മാസം മുമ്പ് ഞങ്ങളുടെ ജൂനിയേഴ്സും കൂടി വന്നു. അവരും 10, 47, 50 പിള്ളേരുടെ അടുത്തുണ്ട്. അതായത് ഡബിളായി, നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഡബിളായി. പക്ഷെ ഒരു ഫെസിലിറ്റീസും കൂട്ടിയിട്ടില്ല. പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു? പൈസ കൂട്ടുന്ന തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടാണ്ട് എലിശല്യം, പാമ്പ് ശല്യം മുതലായ എല്ലാ വന്യമൃഗങ്ങളുടെയും ശല്യം ഇവിടെ ഉണ്ട്. 5500 രൂപയിൽ ഒരു വിഹിതം ഭക്ഷണത്തിനാണ് ലഭിക്കുന്നതോ ഗുണനിലവാരം ഏതുമില്ലാത്ത ഭക്ഷണം. പല ദിവസങ്ങളിലും പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണെന്ന് കുട്ടികൾ പറയുന്നു. ഇതെന്ന് പറഞ്ഞാൽ സങ്കടം വരും, സഹിക്കാൻ പറ്റൂല. വെള്ളം മാത്രമേ ഉള്ളൂ, മാനസിക പരിഗണന പോലും തരാറില്ല. സ്റ്റുഡൻസ് അല്ലേ ഒന്നും അല്ലെങ്കിലും ഇങ്ങനെ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ. മെയിൻ പ്രശ്നം പട്ടിണിയാണ്. സത്യമായിട്ടും കുറെ ഒരാഴ്ച 1.5 ആഴ്ചയായിട്ട് ഞങ്ങൾ പട്ടിണിയിലാണ്. വൈകുന്നേരം ഭക്ഷണമില്ല. അത് മാത്രമല്ല ഇവിടെ ഒരു പുറത്തൊരു കടയെ ആശ്രയിക്കാൻ പോലും ഞങ്ങൾക്ക് ഒരു സോഴ്സ് ഇല്ല. ആകെ ഒരു 2 കടയുള്ളൂ ഇവിടെ. അവിടെ ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്കും ഫുഡും വരെ തീരും. അത്ര പിള്ളേരും MBBS ആരും നഴ്സിംഗ് സ്റ്റുഡൻസും കൂടി വന്നു കഴിയുമ്പോൾ ഉള്ള ഫുഡും കൂടെ തീരും. മുറിക്കുള്ളിൽ ഇഴജന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഫീസ് വർദ്ധിക്കുന്നതിനൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതായതോടെ നൽകുന്ന തുക വിദ്യാർത്ഥികൾ കുറച്ചു. അതിന്റെ വൈരാഗ്യം മാനേജ്മെന്റ് ഭക്ഷണം കുറച്ച് തീർത്തു. കൂടാതെ ഡിസംബർ 31-ന് ഹോസ്റ്റൽ കെട്ടിടം ഒഴിയണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ മാനേജ്മെന്റിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ലെന്നാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സമരവുമായി രംഗത്തെത്താനാണ് കുട്ടികളുടെ തീരുമാനം. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.